സഹോദരങ്ങളെ, ചരിത്രത്തിൽ സലഫുകളിൽ ശ്രേഷ്ഠനായ ആബിദുൽ ഹറമൈൻ എന്നുള്ള സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ളയുടെ തൗബക്ക് കാരണമായിട്ടുള്ള ഒരായത്ത് കൂടിയാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ യുവത്വത്തിൽ ഒരു കൊള്ളക്കാരനായിരുന്നു. യാത്രാ സംഘത്തിന്റെ മുതൽ കട്ടെടുക്കുന്ന കൊള്ളയെടുക്കുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ഒരു കാമുകി ഉണ്ടായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ തന്റെ കാമുകിയുടെ അടുത്തേക്ക് എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് രാത്രിയുടെ ഇരുട്ടിൽ അദ്ദേഹം ആ കാമുകിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു മതിൽ ചാടിക്കിടക്കുന്ന സന്ദർഭത്തിലാണ് ആ വീട്ടിൽ നിന്ന് ഒരു ഖുർആൻ പാരായണം കേട്ടത്. വഴിയിലുള്ള ഒരു വീട്ടിൽ നിന്ന് ആ ഖുർആൻ പാരായണത്തിൽ ഈ ആയത്ത് ആ ഓതുന്ന വ്യക്തി ഉറക്കെ പാരായണം ചെയ്തു. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഈ ആയത്ത് ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ളയുടെ പാപം കൊണ്ട് ഇരുട്ട് പിടിച്ച ഹൃദയത്തിലേക്ക് ഇറങ്ങി, പ്രകാശമായിട്ട് ഇറങ്ങി. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ള പറഞ്ഞുപോയി, ബലാ യാ റബ്ബ് ഖദ് ആൻ. അതേ റബ്ബേ, സമയമായിട്ടുണ്ട്. ബലാ യാ റബ്ബ് ഖദ് ആൻ, ഇതാ ഇപ്പോൾ സമയമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആയത്തിനെ കുറിച്ച് ചിന്തിച്ച് അത് നാവിൽ ഉരിയാടിക്കൊണ്ട് വഴിയിലൂടെ നടക്കുന്ന സമയത്ത് യാത്രക്കാർ വിശ്രമിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു സംഘത്തെ കണ്ടു. ആ സംഘത്തിന്റെ അടുത്തുകൂടി പോകുമ്പോൾ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ള അവരുടെ സംസാരം കേട്ടു. അതിൽ ചിലർ പറഞ്ഞു, നമുക്ക് യാത്ര തുടരാമെന്ന് പറഞ്ഞു. മറ്റു ചിലർ പറഞ്ഞു, വേണ്ട, യാത്ര തുടരണ്ട, പ്രഭാതത്തിൽ നമുക്ക് ആരംഭിക്കാം, വഴിയിൽ ഫുളൈൽ ഉണ്ടാകും, കൊള്ളക്കാരനായ ഫുളൈൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ള സ്വന്തത്തോട് പറഞ്ഞു, അല്ലാഹ്, എന്തൊരവസ്ഥയാണ്. അറാനി ബില്ലൈൽ അസ്ആ ഫീ മആസില്ലാ. ഞാനിതാ രാത്രിയിൽ അല്ലാഹുവിനെ ധിക്കരിക്കാൻ വേണ്ടി ഒരു ഹറാമിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണ്. ഖൗമും മിനൽ മുസ്ലിമീൻ യഖാഫൂനനി. ഇതാ മുസ്ലിമീങ്ങളായ ഒരു കൂട്ടർ എന്നെ ഭയപ്പെടുന്നു, മുസ്ലിമീങ്ങളായ കൂട്ടർ എന്നെ ഭയപ്പെടുന്നു. എന്തൊരവസ്ഥയാണിത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി ഖദ് തുബ്തു ഇലൈക്. അല്ലാഹുവേ, ഞാനിതാ നിന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നു. എന്റെ ഈ ജീവിതം ഞാൻ മാറ്റാൻ ഒരുങ്ങുന്നു. എന്റെ പാപങ്ങൾ ഒഴിവാക്കുന്നു, എന്റെ ഹറാമുകൾ ഒഴിവാക്കുന്നു. ഞാനിതാ തൗബ ചെയ്ത് മടങ്ങുന്നു. വജഅൽതു തൗബതി ഇലൈക ജിവാറ ബൈതികൽ ഹറാം. ഇതാ എന്റെ തൗബയുടെ ഭാഗമായി റബ്ബേ, ഞാൻ നിന്റെ ഹറമിന്റെ അടുത്തായിക്കൊണ്ട് ഇബാദത്തിൽ മുഴുകുമെന്ന് പറഞ്ഞ് ഹറമിന്റെ അടുത്തൽ ഇബാദത്തുകളിലായി പിന്നീടുള്ള ജീവിതം നയിച്ച ആബിദുൽ ഹറമൈൻ എന്ന് സലഫുകൾ പറയുന്ന വ്യക്തിയുടെ മാറ്റത്തിന് കാരണമാക്കിയ ആയത്തായിരുന്നു ഈ ആയത്ത്.